ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അയൺ ബാങ്കിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് വിശദമായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ഈ ക്ലാസ്സുകൾ ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റി പറയണം. ചെറിയ ക്ലാസ്സുകളാണ്, അതിൽ നിന്ന് പരീക്ഷയ്ക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു തരും. നോട്ട് എഴുതാനും ആ ക്ലാസ്സുകൾ മാത്രം മതി എന്നൊക്കെയുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയണം. എൻ്റെ കൂടെ തുടർച്ചയായി പഠിക്കാൻ വേണ്ടി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടിയാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളൂ. അത് കോപ്പർ പ്ലേറ്റിംഗ് ഓൺ ആൻ അയൺ ബാങ്കിളാണ്. ഒരു ഇരുമ്പ് വളയിൽ കോപ്പർ പൂശാൻ പോവുകയാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ടെക്സ്റ്റിൽ തന്നേക്കുന്നത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അയൺ ബാങ്കിൾ ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വസ്തുവിലാണോ നമ്മൾ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നെഗറ്റീവ് പോൾ തന്നെ, നെഗറ്റീവ് ടെർമിനലിൽ തന്നെ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ അയൺ ബാങ്കിളിൽ കോപ്പറാണ് പൂശുന്നത്. ആ പൂശുന്ന കോപ്പർ നമ്മൾ പോസിറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് പ്രധാന അറേഞ്ച്മെൻറ്റ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോപ്പറാണ് നമ്മൾ പൂശാനെടുക്കുന്നത്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറേഞ്ച്മെൻറ്റും എല്ലാം വളരെ സിമ്പിളാണ്. പോസിറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ ഏത് മെറ്റലാണോ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ മെറ്റലാണ് പോസിറ്റീവ് ടെർമിനൽ, മാറിപ്പോകരുത്. നെഗറ്റീവ് ടെർമിനൽ ഏത് വസ്തുവിലാണോ നമ്മളത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കണം, മാറിപ്പോകാനേ പാടില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് പോലും ചോദിച്ചതാണ് ഇലക്ട്രോലൈറ്റ്. ചിലപ്പോൾ ഈ പടം തന്നിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇവിടെ ഏത് മെറ്റലാണോ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, പൂശാൻ ഉപയോഗിക്കുന്നത്, കോപ്പറാണ് പൂശുന്നതെങ്കിൽ കോപ്പർ റോഡും കോപ്പറിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷനുമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി ഞാൻ മാറി ചോദിക്കട്ടെ, നമുക്ക് സിൽവറാണ് ഇതിനകത്ത് നമ്മൾ പൂശാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സോൾട്ട് സൊല്യൂഷൻ ഏതായിരിക്കും? സിൽവറിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ. പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മളൊരു സിൽവർ റോഡ് കണക്ട് ചെയ്യുകയും സിൽവർ നൈട്രേറ്റ് പോലെയുള്ള സിൽവറിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഇതിലെടുക്കുകയും ചെയ്യേണ്ടി വരും. ഇരുമ്പ് വളയിലാണ് അതും പൂശുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ട് അപ്പോഴും ഇരുമ്പ് വള തന്നെ ഘടിപ്പിച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ കോപ്പർ റോഡിലും ഇവിടെ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയൺ ബാങ്കിളിനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ സമയത്ത്, ഈ പ്രവർത്തനത്തിൻ്റെ സമയത്ത് എന്ത് കെമിക്കൽ റിയാക്ഷനാണ് നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നിന്നുമുള്ള 3 എക്സാം ക്വസ്റ്റ്യൻ ആദ്യം പറയാം. വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി? അയൺ ബാങ്കിൾ. ദെൻ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി കോപ്പർ റോഡ്, വിച്ച് ഈസ് ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ്. ഈ സൊല്യൂഷനിൽ എന്തൊക്കെയാണുള്ളത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ SO4 എന്നുള്ള അയോൺസുമാണ് ഉള്ളത്. ഇതിൽ നിന്നും നമുക്ക് ഇലക്ട്രോളൈസിസ് എന്നറിയാം, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന, ഇതിപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് പോലെയാണ്. നിങ്ങൾ ഓർക്കുന്നില്ല സോഡിയം ഒക്കെ പോകുന്നത്? Na+ എന്ന് പറഞ്ഞാൽ Cu2+ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതാ ഇങ്ങോട്ട് പോകും. അവിടെ ചെന്ന് നെഗറ്റീവ് ടെർമിനലല്ലേ, അപ്പൊ അവിടെ നിന്നും ഇലക്ട്രോൺ സ്വീകരിച്ച്, അപ്പൊ നമുക്ക് നോക്കാം Cu2+ അവിടെ ചെന്നു, അവിടെ നിന്നും അതിനാവശ്യമുള്ള അത്രയും ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായി അവിടെ പറ്റിപ്പിടിക്കും. അതോടുകൂടി അവിടെ കോപ്പർ പ്ലേറ്റിംഗ് നടക്കും, ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഈ അയൺ ബാങ്കിളിന്റെ പുറത്ത് ഓരോ കോപ്പർ ആറ്റവും പറ്റിപ്പിടിക്കും. അതേ സമയം തന്നെ ആ സെയിം ടൈമിൽ തന്നെ കോപ്പർ റോഡിൽ ഒരു പ്രവർത്തനം നടക്കും. അതെന്താണെന്നറിയോ? ഈ കോപ്പർ റോഡിൽ നല്ല കോപ്പർ ആറ്റംസ് ഉണ്ട്.
ഒരു കുഴപ്പവും ഇല്ലാത്ത കോപ്പർ ആറ്റംസ്, ഓരോ കോപ്പർ ആറ്റംസും 2 ഇലക്ട്രോൺ ലോസ് ചെയ്തുകൊണ്ട് കോപ്പർ അയോൺ ആയിട്ട് എത്ര കോപ്പർ അയോൺ അങ്ങോട്ട് പോകുന്നുണ്ടോ അത്രയും എണ്ണം കോപ്പർ ആറ്റംസ് കോപ്പർ അയോൺ ആയി ഈ സൊല്യൂഷനിലേക്ക് വീണുകൊണ്ടേ ഇരിക്കും. അതെങ്ങനെ നടക്കും? കോപ്പർ റോഡിലെ ഓരോ കോപ്പർ ആറ്റവും കോപ്പർ അയോൺസ് ആയി. എങ്ങനെയാ കോപ്പർ അയോൺ ആകുന്നേ? 2+. എങ്ങനെ? 2 ഇലക്ട്രോൺ ലോസ് ചെയ്തുകൊണ്ട് ഈ സൊല്യൂഷനിലേക്ക് വീഴും. അങ്ങനെ എപ്പോൾ നോക്കിയാലും ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ കോൺസെൻട്രേഷൻ സ്ഥിരമായിട്ട് നിലനിൽക്കും. ഈ പ്രവർത്തനം ഒരേപോലെ നടക്കുകയാണ്. ഇവിടെ പോയി Cu2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്നാ പറയുന്നത്? റിഡക്ഷൻ നടന്ന് Cu ആറ്റമാവും. അപ്പൊ ഇവിടെയോ അതേ ടൈമിൽ ഓരോ കോപ്പർ ആറ്റമും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് എന്താണ്? ഓക്സിഡേഷൻ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാവുന്നതേ ഉള്ളൂ. Cu2+ ഇവിടെ പോയി കോപ്പർ ആറ്റമാകുന്നു. അത് 2 ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ടാണ്, അതിനെ സ്വീകരിക്കുന്നത് കൊണ്ട് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടുന്നാണെങ്കിലോ കോപ്പർ ആറ്റംസ് ഇതിലേക്ക് കോപ്പർ അയോൺ ആയി മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ നോട്ടായിട്ട് എഴുതി പറഞ്ഞതാണ്, എങ്കിലും ടെക്സ്റ്റിലെ പൂരിപ്പിക്കുന്നത് ഒന്നുകൂടെ നോക്കി നിങ്ങളും ടെക്സ്റ്റിലേക്ക് പൂരിപ്പിച്ചെടുത്തോളുക. ചിത്രത്തിന്റെ കൂടെ ഓരോ ഇലക്ട്രോഡിലും ബാങ്കിളിലും ഒക്കെ സംഭവിക്കുന്ന എന്താന്ന് എഴുതിയായിരുന്നു. അതേ ചോദ്യം നമുക്കൊന്ന് പൂരിപ്പിച്ചേക്കാം. കാഥോഡ്, അവിടെ കാഥോഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ അയൺ ബാങ്കിളാണ്. അയൺ ബാങ്കിൾ അവിടെ നമ്മൾ ആ ബാങ്കിളിന്റെ അവിടെ എഴുതിയത് എന്തായിരുന്നു? 2 ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി അവിടെ പറ്റിപ്പിടിക്കും. ഇനി കോപ്പർ അയോൺസ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇത് അക്സെപ്റ്റ് ചെയ്യുവായതുകൊണ്ട് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ. ഇങ്ങനെ കോപ്പർ 2+ ഡിപ്പോസിറ്റഡ് ഓൺ ദി അയൺ ബാങ്കിൽ ആസ് കോപ്പർ ആറ്റംസ്. ഇനിയോ കോപ്പർ അണ്ടർഗോസ്, ആ ഓരോ കോപ്പർ ആറ്റവും ഓക്സിഡേഷൻ നടന്ന് ആ സൊല്യൂഷനിലോട്ട് വീഴുന്നതായിട്ട് കാണിച്ചു തന്നില്ലേ? അപ്പോൾ ഓരോ കോപ്പർ ആറ്റവും Cu2+ ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് വീണുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ദി കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് റിമൈൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, സിൽവർ ആയിരുന്നു നിങ്ങൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അയൺ ബാങ്കിളിൽ സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടിരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അയൺ ബാങ്കിളോ മറ്റു സിൽവർ എടുക്കുമ്പോൾ അവിടെ കോപ്പർ ബാങ്കിളോ ഏത് അലുമിനിയത്തിന്റെ വളയോ എന്ത് വേണേലും എടുക്കാം. പക്ഷെ നിങ്ങൾ എന്താണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അതിന്റെ ഒരു സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സിൽവർ സൈനൈഡ്. അപ്പൊ ചിലർ നോക്കും സോഡിയം സൈനൈഡും കൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ടീച്ചറെ എന്ന് പറയാറുണ്ട്. അതിന്റെ കാര്യം ഈ സിൽവർ നൈട്രേറ്റിന്റെ പ്രവർത്തനത്തെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. പ്രധാന കക്ഷി ആരാണ്? പ്രധാന ഇലക്ട്രോലൈറ്റ് ഏതാണ്? സിൽവർ നൈട്രേറ്റ് തന്നെയാണ്. ഇനി ഗോൾഡ് ആണെങ്കിൽ നമ്മൾ ഏതെടുക്കണം? ഗോൾഡ് സൈനൈഡ് തന്നെ എടുക്കണം. അതിന്റെ കൂട്ടത്തില് സോഡിയം സൈനൈഡ് അല്പം ചേർത്തേക്കാം. എന്തിനാണ്? പ്രവർത്തനം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം. അപ്പൊ ഏതാണോ നമ്മൾ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പൂശാൻ ഉപയോഗിക്കുന്നത് അതിന്റെ ഇലക്ട്രോലൈറ്റ് വേണം, അതിന്റെ കോമ്പൗണ്ട് വേണം ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ. അതുകൊണ്ട് പറഞ്ഞു പഠിച്ചോളുക, സിൽവർ ആണ് പൂശേണ്ടതെങ്കിൽ സിൽവർ നൈട്രേറ്റ്, ഗോൾഡ് ആണ് പൂശേണ്ടതെങ്കിൽ ഗോൾഡ് സൈനൈഡും അതിന്റെ കൂടെ സോഡിയം സൈനൈഡും എടുത്തോളുക. ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി, ക്രോമിയം പ്ലേറ്റ് ചെയ്ത ഹാൻഡിൽസ്, സിൽവർ പ്ലേറ്റ് ചെയ്തിട്ടുള്ള യൂട്ടൻസിൽസ്, പാത്രങ്ങളൊക്കെ ഹാൻഡിലൊക്കെ ക്രോമിയം പ്ലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽസ് മറ്റൊരു മെറ്റലിന്റെ മുകളിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പല ആവശ്യങ്ങൾ വരും. അത് നശിച്ചു പോകാതിരിക്കാൻ കൊറോഷൻ തടയുക എന്ന് പറയും. നശിച്ചു പോകാതിരിക്കാനും അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് മെയിൻ ആയിട്ട് നടത്തുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണ്. എങ്കിലും ടെക്സ്റ്റിൽ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ, കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ അനദർ ഓവർ അനദർ മെറ്റൽ, മറ്റൊരു മെറ്റലിന്റെ മുകളിൽ ഒരു മെറ്റൽ പൂശുന്നതിനെയാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്? ഇംപ്രൂവിംഗ് ദി അപ്പിയറൻസ് ഓഫ് ദി മെറ്റൽ,
ഇംപ്രൂവിങ് ദി അപ്പിയറൻസ്, അതിൻ്റെ ഭംഗി ഒന്ന് വർദ്ധിപ്പിക്കുക. ആൻഡ് പ്രിവെന്റിങ് മെറ്റാലിക് കൊറോഷൻ, അതിൻ്റെ അത് നശിച്ചു പോകുന്നത് തടയുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് എടുക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. ഇരുമ്പുകളെയൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് കൊണ്ടുപോയി പൂശാനായിട്ട് കൊണ്ടുപോകരുത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം. ക്ലീൻ ചെയ്തിട്ട് ആ ഇരുമ്പ് വള കൃത്യമായിട്ടും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഏതാണോ അതിൽ പൂശുന്നത് ആ മെറ്റല് connected to positive terminal of the battery and a salt solution of that solution, ഏതാണോ പൂശുന്ന അതിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഏതാണ്, നെഗറ്റീവ് ടെർമിനൽ ഏതാണ് ഇലക്ട്രോലൈറ്റ്, പിന്നെ ഓരോന്നിലും നടക്കുന്ന റിയാക്ഷൻ. ഇത്രയുമാണ് നമുക്ക് പരീക്ഷാ ചോദ്യങ്ങളും. അതെല്ലാം ഈ ക്ലാസ്സിൽ കൃത്യമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലെറ്റസസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും അത് എന്നെ അറിയിക്കുന്നത് ക്ലാസ് ലൈക്ക് ചെയ്യണം. പിന്നെ ക്ലാസ്സിനെ കുറിച്ചൊരു കമൻറ്റേലും ഇടണം. പിന്നെ എന്നും എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ക്ലാസ് മറക്കാതെ കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.